കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും ആയിട്ടുള്ള കാര്യങ്ങൾ അന്നത്തെ കാലത്ത് പറയായിരുന്നു. ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുന്ന ഇഞ്ചി അരച്ചും മുതേ വെക്കും. അതുകൊണ്ട് നമുക്ക് തൊട്ടും തൊടാതെയുള്ളൊരു യാത്ര പോയി വരാം. അപ്പോൾ അങ്ങനെ ഫോൺ ചാർജല്ലേ, കാണാൻ റെഡിയല്ലേ, ആരോടും പറയാതെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന അടിപൊളി രഹസ്യങ്ങൾ പല പ്രിയപ്പെട്ട കൂട്ടുകാരോടിലേക്ക് ആ ഒരു ഓർമ്മയിലേക്കാണ് നമ്മൾ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അതിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി ഒരു യാത്ര. നമ്മൾ ചീരക്കറിയും മീൻകറിയും എടുത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ മാങ്ങ എല്ലാം ഇങ്ങനെ പോവുക, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിക്കാനൊന്നും പറ്റത്തില്ല. അച്ചാറിടാൻ നല്ലതായിരുന്നു. അച്ചാറിട്ട് കഴിക്കാൻ ഒരു 35 വർഷം മുമ്പായിരുന്നു ആദ്യമായിട്ട് ഞാനൊരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ട്രെയിനിങ്ങിന് പോയത്. അപ്പോൾ ട്രെയിനിങ്ങിന് പോയിട്ട് അവിടെ ചെന്ന് ഹോട്ടലായിരുന്നു, 3 സ്റ്റാർ ഡീലക്സ് ഹോട്ടലായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് റൂമിലേക്കൊക്കെ ആദ്യമായിട്ട് റൂം സർവീസിന് ചെന്നപ്പം അവിടെ കാണാൻ കഴിഞ്ഞത് നമ്മുടെ മലയാളത്തിൻ്റെ പ്രമുഖമായിട്ടുള്ളൊരു മൺമറിഞ്ഞു പോയൊരു താരമുണ്ടായിരുന്നു. ആ താരം ചുരുണ്ടുകൂടി പുറത്തൊക്കെ പതിച്ച് കിടക്കുന്ന കാണാമായിരുന്നു. രസകരമായിട്ടുള്ളൊരു കാഴ്ച അതിലാവുകയില്ല. ഏകദേശം 10-15 ദിവസത്തോളം പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അല്പം പോയി. ഇത് നമ്മുടെ ഇന്നലെ മേടിച്ച മീനാണ്. മീനിൻ്റെ വെള്ളം ഞാനിങ്ങനെ ഫ്രീസറിൽ വെച്ചിരിക്കുക. അത് നമ്മുടെ കോഴിക്ക് കൊടുക്കാൻ പറ്റും. ഓരോ ദിവസം ഇത്ര വീതമിട്ട് കോഴിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇൻട്രസ്റ്റാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഫ്രീസറിനകത്ത് വെച്ചിട്ട് തണുത്ത് മരിച്ചാട്ടുണ്ട്. അപ്പോൾ രാവിലെ കുറച്ചെടുത്ത് കൊടുത്തു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ റൂം സർവീസ് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ അവിടെ ചുരുണ്ടുകൂടി മൂടിപ്പഴച്ച് കിടക്കുന്നുണ്ട്. റൂം 101 അദ്ദേഹം പതിവായിട്ട് അവിടെ എത്തുന്നതല്ല. ഏകദേശം 1.5 മാസമൊക്കെ അവിടെ വന്ന് താമസിക്കും. ഇത് നമ്മൾ ഇന്നലെ മേടിച്ച മീനാണ്. മത്തിക്കിപ്പോൾ ഭയങ്കര വിലയാണ്. അപ്പോൾ അത് ഞാൻ മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്, ഞാൻ കവർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ പുള്ളി സ്ഥിരമായിട്ട് അവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഷൂട്ടിങ്ങിന് വരുമ്പോൾ. അപ്പോൾ ആ പുള്ളി അവിടെ വന്നിട്ട് ഇടയ്ക്ക് റൂം കിട്ടാത്തതിന് പ്രശ്നം ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്ത് അന്നത്തെ ഈ സിനിമാ വാരികകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റിയ ഒരു അവസരമായിരുന്നു അന്ന്. കുറേ ദിവസങ്ങളോളം പുള്ളിക്ക് റൂം സർവീസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പുതച്ചു മൂടി കിടക്കുന്ന ആ മഹാനടൻ്റെ രൂപം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മറ്റൊരു നടൻ അവിടെ വന്നായിരുന്നു. ഇപ്പോൾ പ്രായമായ ഒരു നടനാണ്. എന്നെ നീ മറന്നു എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഡയലോഗൊക്കെ പറയുന്ന താരമായിരുന്നു ബാലേന്ദ്ര മേനോൻ. അദ്ദേഹത്തിൻ്റെ കോഫി ഷോപ്പുണ്ട് പാലക്കാട്, ഇന്ദ്രപ്രസ്ഥയുടെ കോഫി ഷോപ്പ് അതിമനോഹരമായ കൂത്തമ്പലം പോലെയാണ് ഇന്നക്കാലം. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല. കുറച്ച് പേരക്കൊക്കെ ഇവിടെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ വന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ കൂത്തമ്പലത്തിൽ ഞാനും ഉണ്ടായിരുന്നു. കൂത്തമ്പലം എന്ന് പറയുമ്പോൾ വഴി സൈഡോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ പുള്ളിയോടെ വന്ന് കുറേ സമയം എടുത്തു. അതിൻ്റെ 1 മണിക്കൂറോളം എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. അപ്പം പുള്ളിക്കാരൻ വർത്താനമൊക്കെ പറഞ്ഞാൽ ഞങ്ങളോടും പറഞ്ഞു രാവിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു. കാപ്പി മസാല ദോശയായിരുന്നു കഴിച്ചത്. മസാല ദോശ നല്ല ടേസ്റ്റായിരുന്നു. കാപ്പിയായിരുന്നു കഴിച്ചത്. അതിൻ്റെ ഏതാണ്ട് 3ാമത്തെ ടേബിളിലായിരുന്നു തോന്നിയിരുന്നത്. കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു 2ാമതൊരു നടനെ ഇങ്ങനെ നേരിട്ട് കാണുന്നത്. കുറേ നേരം വർത്താനം പറഞ്ഞു പുള്ളിക്കാരൻ. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചായിരുന്നു, കഴിഞ്ഞ ദിവസം ഇവിടെ ഇദ്ദേഹം ഉണ്ടായിരുന്നു, നമ്മുടെ മഹാനടൻ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ അവിടെ റൂം കിട്ടാത്തതിനാണ്ട് വഴക്കൊക്കെ ഉണ്ടാക്കിയെന്ന് കേട്ടായിരുന്നല്ലോ എന്ന്. അന്നൊക്കെ ഞാനായും സിനിമാ വാരികളൊക്കെ വന്നിരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് നമുക്കിതുപോലെ നടനെ കാണാൻ പറ്റി എന്നുള്ള ഒരു കാര്യം. ഒത്തിരി നേരം വർത്താനം പറഞ്ഞു, കാപ്പിയൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് കുറച്ച് പൈസ ടിപ്പും തന്നിട്ട് പോയി. അവിടെ പാലക്കാട് വരുന്ന സിനിമാ താരങ്ങളുടെ ഒരു വികാര കേന്ദ്രമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വാണി വിശ്വനാഥ് വന്നത്. അവർ ഏതാണ്ട് 2 മാസം അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സിനിമ ഷൂട്ടിങ് അവർ കത്തി നിൽക്കുന്നൊരു ടൈമായിരുന്നു. ആ കത്തി നിൽക്കുന്ന ടൈമിൽ അവർ വന്നു. വലിയൊരു കൂട്ടമായിട്ട് തന്നെ വന്നു. പുള്ളിക്കാരത്തിന് മേക്കപ്പ്മാൻ, പിന്നെ അസിസ്റ്റൻ്റ്, കുറേ പേരുണ്ടായിരുന്നു. വലിയ കുറേ ബാഗുകളൊക്കെ ആയിട്ട് അവരവിടെ വന്നിട്ട് അവരുടെ ഓരോ താരങ്ങൾക്കും അവിടെ പ്രത്യേക റൂമുകളുണ്ടായിരുന്നു. അവർ വന്നു കഴിഞ്ഞാൽ ആ റൂമുകളിൽ മാത്രമേ താമസിക്കുകയുള്ളൂ. വേറെ റൂമൊന്നും എടുക്കത്തില്ല.
പുള്ളിക്കാരത്തി 1.5 മാസം ഉണ്ടായിരുന്നു. ഞാനായിരുന്നു കൂടുതലും പുള്ളിക്കാരത്തിനെ റൂമിൽ സർവീസ് ചെയ്യാൻ പോയത്. അപ്പോൾ നല്ല ഡീലിംഗ് ഒക്കെ ആയിരുന്നു. ആൾ നല്ല ഹൈറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഗ്ലാമറായിരുന്നു. അന്നൊക്കെ കത്തി നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. പോകാൻ നേരത്ത് എല്ലാവരോടും നല്ല താങ്ക്സൊക്കെ പറഞ്ഞു. പിന്നീട് വൈകുന്നേരം ആകുമ്പോഴത്തേനും വേറൊരു അന്നത്തെ കാലത്ത് ഒരു സൂപ്പർ പയ്യൻ നടനായിരുന്നു പുള്ളിക്കാരൻ. വൈകുന്നേരം വീടിൻ്റെ മതിലൊക്കെ ചാടി ഭാര്യ കാണാതെ ബിയറടിക്കാൻ വരുമായിരുന്നു. വൈകുന്നേരം വന്ന് കുറേ സമയം 2 മണിക്കൂർ നേരം അവിടുത്തെ ബിയർ പാർലറുണ്ട്, അതിനകത്ത് ഇരുട്ടൊക്കെ ആണല്ലോ, ലൈറ്റൊക്കെ ഡിം ലൈറ്റിലൊക്കെ വന്നിരുന്നു കുറേ നേരം ചില്ലി ചിക്കനും ഒരു ബിയറും കഴിക്കും. ചിലപ്പോൾ ഒരു ബിയർ കഴിക്കും, ചിലപ്പോൾ 2 ബിയർ കഴിക്കും. അപ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് നമ്മുടെ ചപ്പാത്തി എടുക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കൂട്ടുകാർ ഓർക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കുപ്പിപ്പാത്രങ്ങളൊന്നും ഇല്ല. ഈ സ്റ്റീൽ പാത്രത്തിനകത്താണ് കറിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ കുപ്പിപ്പാത്രത്തിൻ്റെ ഗ്ലാസ്സുകളുടെ ഒരു കൂമ്പാരം തന്നെ ഇവിടെ ഉണ്ട്. ഒരു 5 വീട്ടിന് ആവശ്യമായിട്ടുള്ള ഗ്ലാസ്സുകളുണ്ട്. അത് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിവിധ തരത്തിലുള്ള ഗ്ലാസ്സുകളുടെ കളക്ഷനാണ്. പലതരം ഗ്ലാസ്സുകളാണ്, വളരെ ഭംഗിയുള്ള. ഇതൊന്നും ഇപ്പോൾ എടുക്കുന്നൊന്നുമില്ല, ഇതിനോട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മുടെ വീഡിയോകളൊക്കെ കാണുമ്പോൾ വിചാരിക്കുമായിരിക്കും ഇതൊന്നും ഇല്ലേ, ഈ സ്റ്റീൽ പാത്രത്തിലൊക്കെയാണോ എടുക്കുന്നത്, ഇതിനകത്തൊക്കെയാണോ കഴിക്കുന്നത്. കണ്ടോ, വിവിധ തരത്തിലുള്ള ഗ്ലാസ്സുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൻ്റെ പിന്നാമ്പുറത്തുണ്ട്, പുറകിലും അടുക്കിയിരിക്കുകയാണ്. ഏകദേശം ഒരു 250-300 ചില്ല് ഗ്ലാസ്സുകളാണ് ഉള്ളത്. ഇതൊന്നും നമ്മൾ എടുക്കാറേ ഇല്ല, ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ മാത്രം എടുക്കും. അതിൻ്റെ വിവിധ ഭംഗികളിലുള്ള ഷേപ്പുകളിലുള്ള ഗ്ലാസ്സുകളാണ്. വൈൻ ഗ്ലാസ് തൊട്ട് വൈൻ മഗ് തൊട്ട് അങ്ങനെ വിവിധ തരമുണ്ട്. പിന്നെ ക്രോക്കറിയുടെ ആയിട്ടുവാണെങ്കിലും അതുപോലെയാണ്. പിന്നെ നമുക്കിതൊന്നും ഇപ്പോൾ എടുത്ത് എല്ലാ വീഡിയോയ്ക്കകത്തും ആൾക്കാരെ കാണിക്കാനുള്ള സമയം കിട്ടും, പെട്ടെന്ന് എടുക്കുന്ന വീഡിയോകളായിരിക്കും. അതുകൊണ്ടാണ് ഇതൊന്നും നമ്മൾ എടുക്കാതെ സ്റ്റീൽ പാത്രത്തിലൊക്കെ എടുക്കുന്നത്. അപ്പോൾ സ്റ്റീൽ പാത്രത്തിലൊക്കെ എടുക്കുന്ന ആൾക്കാർ ചീത്തയൊന്നും പറഞ്ഞേക്കില്ല. ഈ സിനിമാ താരങ്ങളെ കാണാനുള്ള അന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നല്ലോ, അതുകൊണ്ട് ഇവരുടെയൊക്കെ അടുത്ത് ചെന്ന് നടത്താനൊക്കെ പറയുമായിരുന്നു. അപ്പോൾ വലിയ ആരാധനയോടെയൊക്കെ ആയിരുന്നു. അതിന് കാണാൻ നല്ല ഭംഗിയുള്ള നടനായിരുന്നു അന്ന് ഞാനീ പറഞ്ഞായിരുന്നു. അപ്പം ബിയറൊക്കെ കഴിക്കുന്നത് എല്ലാ നടന്മാരുമൊക്കെ ബിയറൊക്കെ കഴിക്കുന്നത്. നമ്മൾ അവരുടെ പേര് പറഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അന്നേക്കാലം കത്തി നിന്ന ഒരു നടനായിരുന്നു അത്. പിന്നെ ഒരു നടൻ മാത്രമല്ല, പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി, അദ്ദേഹം അവിടെ വരുമായിരുന്നു. അന്ന് ഏതാണ്ട് 2ാം ഭാഗമാണെന്ന് തോന്നുന്നു, ആ ഒരു സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിയായിരുന്നു അദ്ദേഹം അവിടെ വന്നിരുന്നത്. പുള്ളിനൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു മനുഷ്യനാണ്. കാരണം അദ്ദേഹം എന്ന് പറയുന്ന ഒരു ലക്ഷണമൊത്ത ഒരു പുരുഷനാണ്. ആൾക്കാരെന്ത് ബാഡ് കമൻ്റ് ഇപ്പോൾ താഴെ വന്നിട്ടാലും എനിക്കത് വിഷയമല്ല. ലക്ഷണമൊത്ത ഒരു പുരുഷനാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനെ കാണാൻ വലിയൊരാഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ പുള്ളിനെയൊക്കെ ആരാധനയോടെ പോയി എന്ന് കണ്ടിട്ടുള്ളൂ. വർത്തമാനം പറയാനൊന്നും പറ്റിയിട്ടില്ല, വലിയ പൊങ്ങച്ചം പറയേണ്ട കാര്യമില്ല. പുള്ളിക്കാരനോട് വർത്തമാനം പറഞ്ഞിട്ടില്ല, ബാക്കി ഇവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഒട്ടനവധി ഒരുപാട് ആളുകൾ അവിടെ എത്തുമായിരുന്നു. അപ്പോൾ കറിയെല്ലാം നമുക്കൊന്ന് കോരി മാറ്റി വെക്കാം. ഇന്നത്തേക്കുള്ള ആവശ്യത്തിനുള്ള എടുത്ത് വെച്ചതിന് ശേഷം ബാക്കി കറി നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ ഉച്ച സമയങ്ങളിലൊക്കെ അവിടെയൊക്കെ ഒരുപാട് കാണാൻ അന്ന് ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മുടെ പ്രശസ്തമായിട്ടുള്ള ഫോർട്ട് പാലസ്, ടിപ്പു സുൽത്താൻ പണിത കോട്ട, ആ കോട്ടയിലൊക്കെ ആയിരിക്കും അതിൻ്റെ പൊക്കത്ത് പോയി കയറി കിടന്നുറങ്ങും. റെസ്റ്റ് കിട്ടുന്ന ടൈമിൽ ഒരു 3 മണി തൊട്ട് 6 മണി വരെ റെസ്റ്റ് കിട്ടും. അപ്പോൾ റൂമിലേക്ക് പോകാൻ ഒത്തിരി സമയമെടുക്കും. യാത്രയിലായിരുന്നു ഈ റൂം. അവിടെ നിന്ന് പാലക്കാട് നിന്ന് അവിടുന്ന് അത്രയും ദൂരം നടന്നു ചെല്ലുമ്പോൾ യാത്രയിൽ ചെല്ലുമ്പോഴത്തേനും തന്നെ നല്ലൊരു ദൂരമുണ്ട്. അപ്പം അടുത്ത് പോകും. അതുകൊണ്ട് റൂമിലേക്ക് വെച്ചിട്ട് പോകത്തില്ല. മിക്കവാറും അവിടെ ആ കോട്ടയുടെ പക്കത്ത് കയറി സുഖമായിട്ട് കാറ്റൊക്കെ കൊണ്ട് അന്നേക്കാലം. ഇന്ന് അതിനകത്തൊക്കെ ഒത്തിരി പാസുമൊക്കെ സ്ട്രിക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അന്ന് അത്ര ഇല്ലായിരുന്നു. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നവരാണ്. പാലക്കാട് ഒരു സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നാച്ചുറലായിട്ടുള്ള പ്രകൃതി ഭംഗി അനുഗ്രഹിച്ച കേരളത്തിൻ്റെ ഒരു സ്ഥലമായിരുന്നു പാലക്കാട്. ഞങ്ങളെ ഇടയ്ക്ക് അവിടെ യാക്കര അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ അടുത്താണ് താമസിച്ചിരുന്നത്. അവിടെ പോയി ആ അമ്പലത്തിൻ്റെ കുളത്തിലൊക്കെ പോയി കുളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അത് പാലക്കാടൻ അനുഭവമാണ്. ഇന്നത്തേക്കുള്ള കേരക്കറിയാണ് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. പകൽ കഴിക്കാനുള്ള ഇത്രയാണ്. എനിക്ക് കേരക്കറി അത്ര ഇഷ്ടമല്ല, പിള്ളേർ കഴിച്ചു. ബാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2-3 ദിവസത്തേക്കുണ്ട് ഞങ്ങൾക്ക് ഈ കറി. അതുകൊണ്ട് എടുത്ത് ഇത് സൂക്ഷിച്ച് വെക്കും. അപ്പം വേറൊരു കറി രാവിലെ പുള്ളിക്കാരത്തി ഉണ്ടാക്കിയത് നമ്മുടെ 8ാമത്തെ ചീരയുടെ വിളവെടുപ്പായിരുന്നേ. ഇപ്പോൾ എൻ്റെ ഷോർട്സൊക്കെ ഇപ്പോൾ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്, പടപടാന്ന് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനലിനകത്ത് ഇപ്പോൾ ഒരുപാട് വീഡിയോകൾ ഷോർട്സുകൾ വരുന്നുണ്ട്,
വീഡിയോകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടുകാർ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചാനലിനകത്ത് ഇപ്പോൾ കുക്കിംഗ് വീഡിയോ അധികം വരുന്നില്ലെന്ന് പറഞ്ഞ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടത്. പിന്നെ രസകരമായിട്ടുള്ള നമ്മുടെ ഒരു അനുഭവം കൂടിയാണ് കൂട്ടുകാർക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചീരക്കറി ഒന്ന് നമുക്ക് എടുത്ത് വെക്കാം. അതിനായിട്ട് ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്, അതിനകത്ത് എടുത്ത് വെക്കാം. നമ്മൾ ചീരക്കറിയും മീൻകറിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ മാങ്ങ വലുതെല്ലാം വീണ് പോവുക. ഇത് നമ്മുടെ 8ാമത്തെ ചീരയുടെ വിളവെടുപ്പായിരുന്നു. നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വൈകുന്നേരം വരെ ഇരിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിന് ഇങ്ങനെ ചിരിച്ച് കടയിൽ കൊണ്ട് വെച്ചിരുന്നാൽ മതി. അവർ വൈകുന്നേരം ഇനി കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം വരെ ഇത് വാടാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് പ്ലാസ്റ്റിക് കവറിനകത്താക്കി പാക്ക് ചെയ്തിട്ടുണ്ട്. മുകളിൽ നിന്ന് ഒരൽപ്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ആ വെള്ളം ചോട്ടിച്ചെന്ന് കടയിൽ കൊണ്ട് വെച്ചിരുന്നാൽ മതി. അവർ വൈകുന്നേരം ഇനി കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം വരെ